In my hospital, there is a bundle of papers. എൻ്റെ ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ ഒരു കെട്ട് രേഖകൾ ഉണ്ട്. Surrendered cases. അതെല്ലാം ഡോക്ടർമാർ സറണ്ടർ ചെയ്ത കേസുകളാണ്. രോഗികൾ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ എഴുതിയിരിക്കുന്ന രേഖകളാണ്. Surrendered at Vellore, വെല്ലൂരിൽ സറണ്ടർ ചെയ്തു, Apollo, അപ്പോളോയിൽ സറണ്ടർ ചെയ്തു, Guwahati. ഗുവാഹട്ടിയിൽ സറണ്ടർ ചെയ്തു. They are all healed through prayer in our hospital. അവരെല്ലാവരും ഞങ്ങളുടെ ആശുപത്രിയിൽ വന്ന് ചികിത്സകൾക്ക് വിധേയമാകുമ്പോൾ പ്രാർത്ഥനയിലൂടെ സൗഖ്യമാകുകയുണ്ടായി. That means the medical science and prayer worked together. Medical science failed. Already medical science failed. But God healed. Oh, that's right. I'm sorry. Those they surrendered. These are all surrendered cases. Surrendered cases. Yes, surrendered case came to your hospital for second. For last attempt. Last attempt. And in those cases, you prayed. I prayed. God prayed. You prayed and you called pastors to pray. And so through prayer, they were healed. In your hospital. In my hospital. ആശുപത്രിയിൽ ഇവരെല്ലാം സറണ്ടർ ചെയ്ത കേസുകളാണ്. ഇതിനെക്കുറിച്ചൊരു കെട്ട് രേഖകളുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. അവരെല്ലാം സറണ്ടേർഡ് കേസുകളായിരുന്നു. ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള നിലയിൽ ഡോക്ടറുടെ അരികിൽ വരികയുണ്ടായി, ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ വരികയുണ്ടായി. അവിടെ ഡോക്ടർ പ്രാർത്ഥിച്ചു. മാത്രമല്ല പാസ്റ്റേഴ്സിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥനയിലൂടെ ആ രോഗികൾ സൗഖ്യപ്പെട്ടു. ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ചില നല്ല വിശേഷങ്ങൾ. ഞാനിപ്പോൾ ഡോക്ടർ കാർത്തിക് നിഷിങ് അവர்களுമായി ഒരുമിച്ച് ആയിരിക്കുന്നു. ബഹുമാന്യ കർത്തൃദാസൻ ഡോക്ടർ കാർത്തിക് നിഷിങ് അരുണാചൽ പ്രദേശിലെ മെഡിക്കൽ ഡയറക്ടറായിരുന്നു. മിനിസ്റ്ററിൻ്റെ തൊട്ടു താഴെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുഴുവൻ ചുമതലയിലുമായിരുന്ന ഒരു ഡോക്ടറായിരുന്നു. സീനിയർ സർജനായിരുന്നു. അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ സർജനാണ്. MS ഡിഗ്രി ലഭിച്ച ആദ്യത്തെ അരുണാചലുകാരൻ ഡോക്ടർ കാർത്തിക് നിഷിങ് അവറുകളായിരുന്നു. ബഹുമാന്യ കർത്തൃദാസനോടുകൂടെ ഒരുമിച്ചായിരിക്കുന്നു. ചില അത്ഭുത അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനുള്ളൊരവസരമാണ്. എങ്ങനെ വിശ്വാസവും വൈദ്യശാസ്ത്രവും ഒന്നിച്ച് പ്രവർത്തിക്കും. ബൈബിളിൽ നമുക്ക് ആവർത്തിച്ച് കാണുവാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് രോഗസൗഖ്യം. നിന്റെ ദൈവമായ യഹോവയെ തന്നെ സേവിക്കുക, അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പുറപ്പാട് പുസ്തകം 15-26. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന രോഗസൗഖ്യം ബൈബിൾ പ്രഘോഷിക്കുന്നു. ഇന്ന് വൈദ്യശാസ്ത്രം അനേകരെ സഹായിക്കുന്നു. രോഗികൾക്ക് വളരെ സഹായമാണ് വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്ര മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരഭിഷക്തൻ. വൈദ്യശാസ്ത്ര മേഖലയും ബൈബിളിലെ രോഗസൗഖ്യവും ഒന്നിച്ച് പ്രവർത്തിക്കുമോ, തമ്മിൽ കോൺട്രിബ്യൂട്ടിംഗ് ആകുന്നുവോ എന്നുള്ളതിനെക്കുറിച്ച് സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ പോകുന്നു. വെൽക്കം ഡോക്ടർ കാർത്തിക് നിഷിങ്. It's a great privilege for us to have you with us in this episode. Thank you so much for your valuable time. You were the medical director of Arunachal Pradesh for several years, and before that final promotion, you were the senior surgeon in the medical college, the present medical college in Arunachal Pradesh, and also the first MS graduate, MBBS, and afterwards doing medicine or masters in surgery, MS surgeon, first MS surgeon in Arunachal Pradesh. And then your career was long, I think more than 35 years. You were
blessing the people of Arunachal Pradesh and did how many surgeries? So many surgeries. Yes, thousands of surgeries. Thousands of surgeries. He did thousands of surgeries. ആയിരക്കണക്കിന് സർജറികൾ നടത്തിയിട്ടുണ്ട്. So this is a English Malayalam episode. So what you are going to say, I will translate. Okay. And first of all, medical science and our faith in the Word of God, you say that both will work together. It is contributing. And you have so many personal experiences in that area. Please share with us. Oh yes. I have many testimonies. എനിക്ക് അനേകം സാക്ഷ്യങ്ങളുണ്ട്. And I will tell about 3 to 4. ഞാൻ ചില സാക്ഷ്യങ്ങൾ 3-4 സാക്ഷ്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. Before I came to faith, ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിന് മുന്നമേ in the year 2000, 2000 ആണ്ടിൽ so I was already a surgeon ഞാൻ ആ സമയത്ത് തന്നെ രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ തന്നെ ഞാൻ ഒരു സർജനാണ്. and a chief medical officer of present Twins Hospital. ഇന്നത്തെ അരുണാചൽ പ്രദേശിലെ മെഡിക്കൽ കോളേജിൻ്റെ ആ സമയത്ത് മെഡിക്കൽ കോളേജ് ആയിരുന്നില്ല, ആ വലിയ ഹോസ്പിറ്റലിൻ്റെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആയിരുന്നു ഞാൻ. Then when I came to faith, എന്നാൽ ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം I saw people healing in the name of Jesus. യേശുക്രിസ്തുവിൻ നാമത്തിൽ ആളുകൾ സൗഖ്യമാകുന്നത് ഞാൻ കാണുവാൻ തുടങ്ങി. Then I thought, ഞാനിങ്ങനെ ചിന്തിച്ചു, I am also a healer. ഞാനൊരു സൗഖ്യം കൊടുക്കുന്ന ആളാണല്ലോ. I heal by medicine. ഞാൻ മരുന്ന് കൊടുത്ത് രോഗികളെ സൗഖ്യമാക്കുന്നു. And then surgery. അതോടൊന്നിച്ച് തന്നെ ചില സന്ദർഭങ്ങളിൽ സർജറിയിലൂടെ രോഗികളെ സൗഖ്യമാക്കുന്നു. So in my heart there was proudness. എൻ്റെ ഹൃദയത്തിൽ അതുകൊണ്ട് തന്നെ നീളമുണ്ടായിരുന്നു. And Jesus was healing and I thought I am also healing like Jesus. യേശു സൗഖ്യമാക്കുന്നു. ഞാൻ ചിന്തിച്ചു, യേശുവിനെ പോലെ ഞാനും രോഗികളെ സൗഖ്യമാക്കുന്നു. Then Jesus started to dealing with me. എന്നാൽ ആ സമയത്താണ് യേശു ക്രിസ്തു എന്നോട് ഇടപെടുവാൻ തുടങ്ങിയത്. There was a patient. ഒരിക്കൽ എൻ്റെ അരികിൽ ഒരു രോഗി കടന്നു വന്നു. Oh, he has a big goiter. ആ രോഗിയുടെ കഴുത്തിൽ ഒരു വലിയ ഗോയിറ്റർ ഉണ്ടായിരുന്നു. He was a police officer. അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. He came to me. അദ്ദേഹം എൻ്റെ അരികിൽ വന്നു. I examined him. ഞാൻ അദ്ദേഹത്തെ പരിശോധനകൾക്ക് വിധേയമാക്കി. Then I arranged for surgery. ഞാൻ അവസാനമായിട്ട് നിഗമനത്തിലെത്തി, ഇദ്ദേഹത്തിന് ഒരു സർജറി ആവശ്യമാണ്, ഈ ഗോയിറ്റർ നീക്കിക്കളയേണ്ടത് ആവശ്യമാണ്. And fixed the date for surgery. അന്ന് തന്നെ ആ സർജറിക്ക് വേണ്ടിയുള്ള ദിവസം തീരുമാനിച്ചു. Then after fixation, this man disappeared. എന്നാൽ ആ ദിവസം തീരുമാനിച്ചതിന് ശേഷമായിട്ട് പിന്നെ ആ മനുഷ്യൻ ആ ദിവസം വന്നില്ല. സർജറിയുടെ ദിവസം അദ്ദേഹം വന്നില്ല, അദ്ദേഹം അപ്രത്യക്ഷനായി. Then after say about months, ഒരു മാസത്തിന് ശേഷം I went to the market. ഞാൻ ചന്തയിലായിരിക്കുമ്പോൾ, അരുണാചൽ പ്രദേശിൽ നഹർലഗോണിലെ മാർക്കറ്റിലായിരിക്കുമ്പോൾ With my wife. ഞാൻ എൻ്റെ ഭാര്യയോട് ചില സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി പോയതാണ്. Then I saw this man. അവിടെ വെച്ച് ഞാൻ ഈ മനുഷ്യനെ കാണുകയുണ്ടായി. And he was putting on a Assamese gamcha on his neck. അദ്ദേഹം ഈ ആസാമിലും ഈ തോർത്ത് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന തോർത്ത് പോലെ ആസാമീസ് ഗംജ എന്ന് പറയും, ആ ഗംജ ഇങ്ങനെ കഴുത്തിൽ ചുറ്റിയിരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. Then I asked him, why didn't you come to surgery? ഞാൻ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാ സർജറി ദിവസം ഡേറ്റ് ഒക്കെ തീരുമാനിച്ചിട്ട് വരാതിരുന്നത്? Then he took away his gamcha. അപ്പോൾ അദ്ദേഹം ഈ തോർത്ത് നീക്കി കാണിച്ചു. Then he showed his neck. അദ്ദേഹത്തിന്റെ കഴുത്തിനെ കാണിച്ചു. I was astonished. ഞാൻ അത്ഭുത പരതന്ത്രനായി തീർന്നു. There was no cut mark. അവിടെ ഒരു മുറിവിന്റെ അടയാളമില്ല. And there is no goiter. അതോടൊന്നിച്ച് തന്നെ അവിടെ ഗോയിറ്ററുമില്ല. Then I asked, hey, what happened? അപ്പോൾ ഞെട്ടലോടുകൂടെ ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു? Then he said, അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, I went to Nabum Gungte. അദ്ദേഹം പറഞ്ഞു,
നബുംഗുംഡെ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറുമാണ്. അതോടൊന്നിച്ച് തന്നെ വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന ഒരു അഭിഷക്തനാണ്. So it was healed. നബുംഗുംദെ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഗോയിറ്റർ അപ്രത്യക്ഷമായി നബുംഗുംദെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ മനുഷ്യൻ സൗഖ്യമായി. Then somebody asked in my heart, ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ആരോ എന്നോട് ചോദിക്കുകയാണ്, my son, എൻ്റെ മകനെ, how many hours you would have taken? എത്ര മണിക്കൂർ എടുക്കുമായിരുന്നു നീ അവനെ സർജറിക്ക് വിധേയമാക്കുകയായിരുന്നു എങ്കിൽ ഈ ഗോയിറ്റർ നീക്കിക്കളയുവാൻ വേണ്ടി? And how many bottles of blood you needed? മാത്രവുമല്ല, ആ സർജറി നടത്തുമ്പോൾ എത്ര കുപ്പി രക്തം സഹായത്തിന് ആവശ്യമായി വരും? Then I had no answer. ഈ ഉള്ളിൽ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കതിന് മറുപടി ഒന്നുമില്ല. In my heart, Lord, you are great. ഞാനപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, കർത്താവേ, അങ്ങ് വലിയവനാകും. Next patient. അതിനുശേഷം മറ്റൊരു സംഭവം ഉണ്ടായി. There was a patient, ഒരു രോഗി, ഒരു യൗവനക്കാരനാകുന്ന രോഗി എൻ്റെ അരികിൽ വന്നു. very big stone in the kidney. ഞങ്ങൾ പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ അവന് കിഡ്നി സ്റ്റോണാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ കിഡ്നിയിൽ ഒരു വലിയ സ്റ്റോണ് കാണുകയുണ്ടായി. It cannot come out medically. അപ്പോൾ മെഡിക്കൽ സപ്പോർട്ടുകൾ കൊടുത്തു കഴിഞ്ഞാലൊന്നും അദ്ദേഹം ഈ കിഡ്നി സ്റ്റോൺ ഒരിക്കലും യൂറിനിലൂടെ പുറത്തു വരത്തില്ല. അതിലും വലിപ്പമുള്ളതാണ്. Operation was a must. വേറെ ഒരു ഉപാധിയുമില്ല. ഇവന് സർജറി നടത്തിയെങ്കിൽ മാത്രമേ ഈ സ്റ്റോൺ പുറത്തെടുക്കാൻ കഴിയത്തുള്ളൂ. Then it was a Friday. അത് വെള്ളിയാഴ്ചയായിരുന്നു. Fixed the surgery on Monday or Tuesday. അടുത്ത ദിവസം മൺഡേയിലോ ട്യൂസ്ഡേയിലോ ഞാൻ ഈ മകന് സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തു. സർജറിക്ക് വരണം, സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തു. On Sunday, എന്നാൽ മറ്റൊരു അത്ഭുത സംഭവം നടക്കുകയാണ്. ഞായറാഴ്ച ഞാൻ ആരാധനയ്ക്ക് ചെന്നപ്പോൾ this man was in the pulpit. ആരാധനയ്ക്ക് എന്ന് ചെന്ന സന്ദർഭത്തിൽ അവിടെ സാക്ഷിയൊക്കെ പറയാനുള്ള അവസരമുണ്ട്. ഞാനന്ന് അവിടെ ഉണ്ട്. ഞാൻ ആ ഞായറാഴ്ച നെഹർലഗോൺ ചർച്ചിലുണ്ട്, ഡോക്ടറുണ്ട്. അന്ന് ഈ ചെറുപ്പക്കാരൻ സാക്ഷ്യം പറയാൻ വേണ്ടി സമയം വേണമെന്ന് പറഞ്ഞു സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. And he started saying, ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, in the BTM hospital, ഞാൻ BTM ഹോസ്പിറ്റലിൽ പോയി. സാറിന്റെ ഹോസ്പിറ്റലിന്റെ പേര് BTM എന്നാകുന്നു. BTM means hospital. blessing. My father's name, Oh, Ria your father's Tani name. Memorial Hospital. Okay. BTM ഹോസ്പിറ്റൽ. BTM ഹോസ്പിറ്റൽ അവിടെ ഞാൻ പോയി എന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു. It was fixed. എൻ്റെ സർജറി തീരുമാനിച്ചു എന്നും ഈ ചെറുപ്പക്കാരൻ ആ സാക്ഷ്യത്തിൽ പറയുകയാണ്. And he said, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, I went to prayer to that same Nabungumte. ഞാൻ ആ പോലീസ് ഓഫീസർ നബുംഗുംദെ എന്ന് പറയുന്ന അഭിഷക്തന്റെ അരികിൽ, നബുംഗുംദയും ആ ഞായറാഴ്ച ആ ചർച്ചിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്. അദ്ദേഹം അവിടെ കാണും, അവിടെയല്ലേ അദ്ദേഹം ആരാധനയ്ക്ക് കൂടുന്നത്. അപ്പോൾ നബുംഗുംദയുടെ അരികിൽ ഈ ചെറുപ്പക്കാരൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. And he said, this stone came out. പ്രാർത്ഥനയ്ക്ക് ശേഷം പോയി യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റോൺ യൂറിനകത്തൂടെ വേദന കൂടാതെ പുറത്തു. Then the same question came into my heart. He also showed that stone in a bottle. In the bottle. Yeah, he carried that stone in his hand. Yeah. ആ ചെറുപ്പക്കാരൻ ആ സ്റ്റോണുമായിട്ടാണ് അന്ന് ഞായറാഴ്ച ആ സാക്ഷ്യം പറഞ്ഞത്. ഞാനതിന് സാക്ഷിയാണ്. ആ സ്റ്റോൺ ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞത്. Then somebody spoke in my heart. So again എൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം മുഴങ്ങുകയാണ്. അത് കർത്താവിന്റെ ശബ്ദമാണ്. My son, that somebody is Jesus Christ. Jesus Christ asked in my heart. Is asking in your heart. കർത്താവ് ഹൃദയത്തിൽ ചോദ്യം ചോദിക്കുകയാണ്. How many hours you would have taken? എത്ര മണിക്കൂറുകൾ നീ എടുക്കേണ്ടതായിട്ട് വരുമായിരുന്നു ഈ സർജറി നടത്തുവാൻ വേണ്ടി? Then how many blood you would have required? അവിടെ ആ സർജറി നടന്നിരുന്നുവെങ്കിൽ എത്ര കുപ്പി രക്തം ആവശ്യമായിട്ട് വരുമായിരുന്നു? Then I said in my heart, Lord, you are great. അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ മറുപടി പറഞ്ഞു, കർത്താവേ, അങ്ങ് വലിയവനാകുന്നു. And these two episodes, ഈ രണ്ട് സംഭവങ്ങൾ increased my faith. എൻ്റെ ജീവിതത്തെ
രൂപാന്തരപ്പെടുത്തുകയും എൻ്റെ ഉള്ളിൽ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. that Jesus can heal. ഞാൻ ഒരു വലിയ അത്ഭുതകരമാകുന്ന വെളിപ്പാടിലെത്തി. യേശു ക്രിസ്തു ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു. And Jesus is a better healer than me. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചു, എന്നെക്കാട്ടിലും വലിയവനാകുന്ന സൗഖ്യദായകൻ യേശു ക്രിസ്തു ആകുന്നു. Then the third patient came. ഇതാ മൂന്നാമത്തെ രോഗിയുടെ അനുഭവം. He was an old man from Incheon. ഇങ്കിയോങ് എന്ന് പറയുന്ന ദൂര സ്ഥലമാണ്. ഇങ്കിയോങ് എന്ന് പറയുമ്പോൾ അപ്പർ സുബൻസാരിയാണ്. അപ്പർ സുബൻസാരിയിൽ നിന്നുള്ള ഒരു വൃദ്ധനാകുന്ന മനുഷ്യനാണ് എൻ്റെ അരികിൽ വന്നത്. Both kidney full of stones. ഈ മനുഷ്യന്റെ 2 കിഡ്നിയിലും അനേകം കല്ലുകളാണ്. Surgically, സർജറി ഭാഷയിൽ പറയുകയാണെങ്കിൽ 2 kidney cannot be operated together. 2 കിഡ്നികൾ ഒരേ സമയം സർജറിക്ക് വിധേയമാക്കുവാൻ കഴിയുകയില്ല എന്നതാണ് സർജറി നിയമം. Then I say, അതുകൊണ്ട് ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, I will remove the stone from one kidney. ഒരു കിഡ്നിയിൽ നിന്നുള്ള സ്റ്റോൺ ഞാൻ സർജറിയിലൂടെ നീക്കം ചെയ്യാം. Next one, അടുത്ത കിഡ്നിയിലുള്ള സ്റ്റോൺ I will pray ഞാൻ പ്രാർത്ഥിക്കാം. and you believe in Jesus Christ നീ യേശുവിൽ വിശ്വസിക്കുക, and it will come out. അത് സാധാരണ നിലയിൽ സ്വാഭാവികമായിട്ട് യൂറിനിലൂടെ പുറത്തു വരുമെന്ന് ഞാൻ വിശ്വാസത്തിന്റെ പ്രഖ്യാപനവും നടത്തി. അപ്പോൾ ബോത്ത് ഫെയ്ത്ത് ആൻഡ് മെഡിക്കൽ സയൻസ് ആർ വർക്കിംഗ് ടുഗദർ. In the earlier case, totally Jesus was healing. I mean, here both faith and medical science contributing one another. Yes. Supporting one another. And you declared that. I declared that. ഇത് വളരെ അത്ഭുതകരമാകുന്ന രസാവഹമാകുന്ന ഒരു കാര്യമാകുന്നു. ഈ കർത്താവിന്റെ ദാസൻ ഡോക്ടർക്ക് തൻ്റെ മുൻപ് നടന്ന സംഭവങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായി, യേശു ക്രിസ്തു സൗഖ്യമാക്കുമെന്ന്. അതിനാൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ കേസ് വൃദ്ധനാണ്, 2 കിഡ്നിയിലും സ്റ്റോണാണ്. ഒരു കിഡ്നിയെ ഒരു സമയത്ത് സർജറിക്ക് വിധേയമാക്കുവാൻ കഴിയുകയുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ അത് സർജറി ചെയ്തതിനു ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ട് 2ാമത്തെ കിഡ്നിയും സർജറിക്ക് വിധേയമാക്കാം. പക്ഷേ അതിന് തയ്യാറാകാതെ ഡോക്ടർ അവിടെ ഫെയ്ത്തിനെയും മെഡിക്കൽ സയൻസിനെയും ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ഈ രോഗിയോട് പറഞ്ഞു, നിന്റെ ഒരു കിഡ്നി ഞാൻ സർജറി ചെയ്യാം, 2ാമത്തെ കിഡ്നിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ആ കിഡ്നിയിലുള്ള സ്റ്റോൺസ് എല്ലാം സ്വാഭാവികമായി പുറത്തു വരുമെന്ന് വിശ്വാസത്തിന്റെ പ്രഖ്യാപനവും നടത്തി. Yes, then I did the surgery on one kidney. അങ്ങനെ ഞാൻ ഒരു കിഡ്നിയിൽ സർജറി നടത്തി. Then next one I prayed. ആ ഒരു കിഡ്നിയിൽ സർജറി നടത്തി സ്റ്റോണുകളെല്ലാം നീക്കം ചെയ്തതിന് ശേഷം അടുത്ത കിഡ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. Then we used to keep 1 week at least. ഒരാഴ്ചയെങ്കിലും സർജറി കഴിഞ്ഞതിന് ശേഷം ഈ രോഗിയെ ഞങ്ങൾ ആശുപത്രിയിൽ സൂക്ഷിക്കും. Then it so happened, ഇതിന് ഇടയിൽ ഒരു കാര്യം സംഭവിച്ചു. in a hospital 7 days stay, ആ മനുഷ്യൻ ഹോസ്പിറ്റലിൽ താമസിക്കുമ്പോൾ the other kidney all the stones went out. മറ്റേ കിഡ്നിയിൽ ഉണ്ടായിരുന്ന എല്ലാ കല്ലുകളും യൂറിനിലൂടെ പുറത്തു വന്നു. This is the third testimony. Miracle testimony. A testimony which increased my faith. ഇതാണ് എന്നെ വിശ്വാസത്തിൽ, രോഗസൗഖ്യവുമായുള്ള ബന്ധത്തിലുള്ള വിശ്വാസത്തിൽ ഉറപ്പിച്ച, ആ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച 3ാമത്തെ അത്ഭുത സംഭവം. അവിടെ മെഡിക്കൽ സയൻസും വിശ്വാസവും യോജിച്ചേ പ്രവർത്തിക്കുകയുണ്ടായി. Now I will give one more testimony. ഇനിയും ഒരു അനുഭവം കൂടെ ഞാൻ പങ്കുവയ്ക്കാം. Now there was a patient എൻ്റെ അരികിൽ മറ്റൊരു രോഗി കടന്നു വരികയുണ്ടായി. from this Balijan area itself. ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ബാലിജൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ബാലിജന്റെ ഈ ഭാഗത്തു നിന്ന് He was admitted in the GNRC Guwahati. ഈ രോഗി ഗുവാഹട്ടിയിലുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. Certified. അവിടുത്തെ ഡോക്ടർ സറണ്ടർ ചെയ്ത് സർട്ടിഫൈ ചെയ്തു. Surrendered. 7 ദിവസത്തിനുള്ളിൽ മരിച്ചു പോകുന്നു. 7 days. 7 days certificate. This is surrendered. The doctor, ആ ഗുവാഹട്ടിയിലെ പ്രധാന ഡോക്ടർ സറണ്ടർ ചെയ്തു. 7 ദിവസത്തിനുള്ളിൽ ഈ രോഗി മരിച്ചു പോകും, അതിനാൽ മടക്കി കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടക്കി അയക്കുകയുണ്ട്. It will live maximum 7 to 15 days. 7 മുതൽ 15 ദിവസം വരെ മാത്രമേ ഈ രോഗി ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് ആ ഡോക്ടർ എഴുതുകയുണ്ടായി. It was a kidney cancer. അത് കിഡ്നി ക്യാൻസർ ആയി. Stomach was full of water.
ഈ ഉദരം മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നു, കിഡ്നി പ്രവർത്തിക്കുന്നില്ല, കിഡ്നിയിലുള്ള ക്യാൻസർ ആയിരുന്നു. And the kidney cancer involved lung. ആ കിഡ്നി ക്യാൻസർ മൂലമായിട്ട് ലങ്സിന് കേടായി, And it started vomiting. ഛർദ്ദിക്കുവാൻ തുടങ്ങി. And they discharged from the hospital ഗുവാഹട്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഈ രോഗിയെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. to die in the house. വീട്ടിൽ കിടന്ന് മരിക്കാൻ വേണ്ടിയാണ് ഡിസ്ചാർജ് ചെയ്തത്. Then the husband, അപ്പോൾ ഈ രോഗിയുടെ ഭർത്താവ് he thought, അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, why should I allow to die in my house? ഇവൾ എൻ്റെ വീട്ടിൽ കിടന്ന് എന്തിനാ മരിക്കുന്നത്? Why should I see the pain of death? അവൾ ഈ വീട്ടിൽ കിടന്ന് ഈ വേദന അനുഭവിക്കുന്നത് ഞാൻ എന്തിനാ കാണുന്നത്? Better me admit in the hospital. അതിൽ നല്ലത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇവളെ അഡ്മിറ്റ് ചെയ്യുകയല്ലേ. After that I will carry her. അതിനുശേഷം ഹോസ്പിറ്റലിൽ കിടന്നു മരിച്ചതിന് ശേഷം ഇവളുടെ ശരീരം കൊണ്ടൊന്ന് ബറി ചെയ്യാമെന്ന് ആ മനുഷ്യൻ തീരുമാനിക്കുകയാണ്. He brought the patient to the hospital. അങ്ങനെ അദ്ദേഹം ഈ രോഗിയെ BTM ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. And he said, അദ്ദേഹം എന്നോട് പറഞ്ഞു, I know everything. എനിക്കെല്ലാം Husband അറിയാം. said, I said, no, I know everything. ഭർത്താവ് പറഞ്ഞു, എനിക്കെല്ലാം അറിയാം, Just keep it. ഈ ആശുപത്രിയിൽ ഇവളെ വെക്കുക എന്ന് പറഞ്ഞു. Then I saw the reports. ഞാൻ ആ റിപ്പോർട്ടെല്ലാം നോക്കി. Patient will not die more than 7 days. ആ പേഷ്യന്റ് 7 ദിവസത്തിനുള്ളിൽ Will not ജീവിച്ചിരിക്കത്തില്ല. live more than Will 7 not days. live for more than More 7 than days. 7 days. 7 ഡേയ്സിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. Then I gave a Gideon's small Bible. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു. ഈ രോഗി എൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ആ രോഗിക്ക് ഞാൻ ഒരു ഗിദയോന്റെ ചെറിയൊരു ബൈബിൾ കൊടുക്കുകയുണ്ടായി. And few healing verses. അതിനകത്ത് ഞാൻ ഹീലിംഗ് വേഴ്സസ് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തു. And I gave to her daughter. ഈ അമ്മയുടെ മകളുടെ കയ്യിൽ കൊടുത്തു. Told her to tell the healing verses to her. ഈ മകളോട് പറഞ്ഞു ഈ ഹീലിംഗ് വേഴ്സസ് ഈ അമ്മയ്ക്ക് വായിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. Then I thought, എന്നിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു, why should I allow to die her in my hospital? എൻ്റെ ആശുപത്രി കിടന്ന് ഇവളെന്തിനാ മരിക്കുന്നത്? Because the hospital that is not a good record. കാരണം ഹോസ്പിറ്റലിൽ ഒരാൾ മരിച്ചു എന്നുള്ളൊരു റെക്കോർഡ് വരുമ്പോൾ അത് ഹോസ്പിറ്റലിൻ്റെ പ്രസിദ്ധിയുമായി ബന്ധപ്പെട്ട് കേടുവരുത്തുന്നൊരു കാര്യമാണ്. Then I thought I will discharge her. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു, ഇവളെ ഡിസ്ചാർജ് ചെയ്തേക്കാം. Let her die in her house. അവളുടെ വീട്ടിൽ കിടന്ന് മരിക്കട്ടെ. Why should I allow to die in my hospital? എൻ്റെ വീട്ടിൽ കിടന്ന് അവൾ എന്തിനാ മരിക്കേണ്ടത്? And I discharged. അതുകൊണ്ട് ഞാൻ അവളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. Give some vitamins. ചില വൈറ്റമിൻ ഗുളികകൾ കൊടുത്ത് പറഞ്ഞു. And told her, മാത്രമല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു, come after 1 month for checkup. 1 മാസത്തിന് ശേഷം പരിശോധനയ്ക്ക് വേണ്ടി മടങ്ങി വരിക. I thought she will not come back. ഞാൻ കരുതി 1 മാസത്തിന് ശേഷം എന്തായാലും അവൾ മടങ്ങി വരാൻ പോകുന്നില്ല. Then after 1 month, എന്നാൽ അത്ഭുതകരം, 1 മാസം കഴിയുമ്പോൾ a lady came ഒരു സ്ത്രീ എന്നെ കാണുവാൻ വേണ്ടി എൻ്റെ മുറിയിലേക്ക് വരികയാണ്. walking നടന്നു വരികയാണ്, alone. തനിയെ വരികയാണ്. And she said to me, അവൾ എന്നോട് പറഞ്ഞു, I have come for checkup. ഞാൻ 2ാമത്തെ പരിശോധനയ്ക്ക് വേണ്ടി വന്നതാണ്. I couldn't recognize her. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അവളെ മനസ്സിലായില്ല. And when she saw the discharge certificate, എന്നാൽ അവൾ എന്നെ ആ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോൾ I was astonished. ഞാൻ വീണ്ടും അത്ഭുത പരതന്ത്രനായി തീർന്നു. So she was sent back home by ambulance. അവൾ ആംബുലൻസിൽ കൊണ്ടുവന്ന അന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് ഇവളെ ആംബുലൻസിലാണ് കൊണ്ടുവന്നത്. Now she came walking. ഈ പ്രാവശ്യം അവൾ നടന്നു വരികയാണ്. Now I started checking her. ഞാൻ അവളെ പരിശോധനയ്ക്ക് വിധേയമാണ്. Ultrasound and all tests. എല്ലാ ടെസ്റ്റുകളും അൾട്രാസൗണ്ട് അങ്ങനെയുള്ള എല്ലാ വൈദ്യശാസ്ത്ര പരിശോധനകളും ഞാൻ നടത്തി. There was no sign of cancer. പരിശോധനകളിൽ ഒരു കാര്യം വ്യക്തമായി, അവൾക്ക് ശരീരത്തിൽ ക്യാൻസർ ഇല്ല. This patient lived more than 7 years. ഈ സൗഖ്യം സ്വീകരിച്ച ആ സഹോദരി അടുത്ത 7 വർഷക്കാലം ആരോഗ്യത്തോടുകൂടി ജീവിച്ചു. Then all relatives came to faith. അത് മുഖാന്തരമായിട്ട് അവളുടെ അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ വിശ്വാസത്തിലേക്ക് വന്നു. So 4 I have given testimonies I have told you. ഞാൻ ഇപ്പോൾ ഈ 4 ഉദാഹരണങ്ങൾ നിങ്ങളോട് പങ്കുവച്ചല്ലോ. In my hospital there is a bundle of papers.
എൻ്റെ ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ ഒരു കെട്ട് രേഖകൾ ഉണ്ട്. Surrendered cases. അതെല്ലാം ഡോക്ടർമാർ സറണ്ടർ ചെയ്ത കേസുകളാണ്. രോഗികൾ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ എഴുതിയിരിക്കുന്ന രേഖകളാണ്. Surrendered at Vellore, വെല്ലൂരിൽ സറണ്ടർ ചെയ്തു, Apollo, അപ്പോളോയിൽ സറണ്ടർ ചെയ്തു, Guwahati. ഗുവാഹട്ടിയിൽ സറണ്ടർ ചെയ്തു. They are all healed through prayer in our hospital. അവരെല്ലാവരും ഞങ്ങളുടെ ആശുപത്രിയിൽ വന്ന് ചികിത്സകൾക്ക് വിധേയമാകുമ്പോൾ പ്രാർത്ഥനയിലൂടെ സൗഖ്യമാകുകയുണ്ടായി. ദാറ്റ് മീൻസ് ദ മെഡിക്കൽ സയൻസ് ആൻഡ് പ്രയർ വർക്ക്ഡ് ടുഗദർ. Medical science failed. Already medical science failed. But God healed. Oh, that's right. I'm sorry. They surrendered. These are all surrendered cases. Surrendered cases. Yes, surrendered case came to your hospital for second. For last attempt. Last attempt. And in those cases, you prayed. I prayed. God prayed. You prayed and you called pastors to Pastors to pray. And so through prayer, they were healed. In your hospital. In my hospital. ആശുപത്രിയിൽ ഇവരെല്ലാം സറണ്ടർ ചെയ്ത കേസുകളാണ്. ഇതിനെക്കുറിച്ചൊരു കെട്ട് രേഖകളുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. അവരെല്ലാം സറണ്ടേർഡ് കേസുകളായിരുന്നു. ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള നിലയിൽ ഡോക്ടറുടെ അരികിൽ വരികയുണ്ടായി, ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ വരികയുണ്ടായി. അവിടെ ഡോക്ടർ പ്രാർത്ഥിച്ചു. മാത്രമല്ല പാസ്റ്റേഴ്സിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥനയിലൂടെ ആ രോഗികൾ സൗഖ്യമായി. Surrendered cases. ഈ നിലയിൽ സറണ്ടേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന രോഗികൾ, they came to faith. അവർ വിശ്വാസത്തിൽ വരികയുണ്ടായി. And ministries expanded. അങ്ങനെ ശുശ്രൂഷകൾ വിശാലമാകുകയുണ്ടായി. So Nabum ദീപക് ministry. നബും ദീപക്, ആ കിഡ്നി സ്റ്റോണുമായിട്ട് വന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ പേരാണ് നബും ദീപക്. അദ്ദേഹത്തിന് ഇന്ന് വളരെ ശക്തമാകുന്ന ഒരു ശുശ്രൂഷ അരുണാചൽ പ്രദേശിലുണ്ട്. നബും ദീപക് മിനിസ്ട്രി. അനേകം ചർച്ചുകൾ സ്ഥാപിക്കുവാൻ വേണ്ടി ആ ദേവദാസനെ കർത്താവ് ഉപയോഗിച്ചു. And many became pastors. അതേപോലെ ഈ വന്ന് സൗഖ്യമായ പലരും പിന്നീട് പാസ്റ്റേഴ്സ് ആയി തീർന്നു. So our PCC AP, ഞങ്ങളുടെ ചർച്ചാകുന്ന PCC AP, more than 60-70 churches 60-70 ചർച്ചുകളുണ്ട്. under Pastor K.P. Philippus. പാസ്റ്റർ KP ഫിലിപ്പോസിന്റെ കീഴിൽ. And behind, അതിന്റെ പിന്നിൽ this hospital healing ministry is there. അതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട അനേകം കാര്യങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട രഹസ്യമാണ് ദിസ് ഹോസ്പിറ്റൽ ഹീലിംഗ് മിനിസ്ട്രി. ആശുപത്രിയിലൂടെ നടക്കുന്ന രോഗശാന്തി ശുശ്രൂഷ. So many. അനേകം. I'm a surgeon. ഞാനൊരു സർജനാണ്. MS ഡിഗ്രി ഉള്ളൊരു സർജനാണ്. Still do surgery. ഇപ്പോഴും ഞാൻ സർജറി ചെയ്യാറുണ്ട്. ഇപ്പോഴും സർജറി ചെയ്യുന്നു. You are doing surgery even now. Okay, not major. You are retired from your government responsibilities. As a medical director. You got retirement. So then afterwards you are practicing in your hospital, BTM hospital, and you are continuing your surgery even in that hospital for many years. But now also you are minor cases. Oh, last time you told me that you stopped. Major cases I have. Major cases stopped. Throughout 2-3 hours standing I do not do. Oh, okay. But smaller cases. 1 hour, maximum 1 hour standing. Yeah. Small surgery I do. So മെഡിക്കൽ ഡയറക്ടറായിട്ട് ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷമായിട്ട് സ്വന്തം ഹോസ്പിറ്റലിൽ സർജറി തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് ചെറിയ സർജറികൾ, 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയുള്ള സർജറികൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ലോങ് സർജറീസ് 3 മണിക്കൂർ അതിൽ കൂടുതൽ സമയമെടുക്കുന്ന സർജറികൾ ഇപ്പോൾ ഡോക്ടർ ചെയ്യാറില്ല. In surgery, many times I have failed. ഞാൻ പലപ്പോഴും സർജറിയിൽ ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. I could do nothing. എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ വന്നിട്ടുണ്ട്. Open the abdomen. വയറ് തുറന്നതിന് ശേഷം close it. നേരെ വീണ്ടും അത് അടയ്ക്കുന്നു. And I say God has healed you. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, ദൈവം നിങ്ങളെ സൗഖ്യമാക്കി. And medically, വൈദ്യശാസ്ത്രപരമായിട്ട് he will not live more than 7 days. ചില ദിവസങ്ങൾ 7 ദിവസത്തിൽ കൂടുതൽ ആ മനുഷ്യൻ ജീവിച്ചിരിക്കത്തില്ല. But the patient is still living. എന്നാൽ അങ്ങനെ ചെയ്ത രോഗികൾ
എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. വയറ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല, ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യാൻ ഒക്കത്തുമില്ല. അതുകൊണ്ടാണ് ഡോക്ടർ അതേപോലെ അങ്ങ് അടച്ചത്. അടച്ചതിന് ശേഷം രോഗിയോട് പറഞ്ഞു, ദൈവം നിന്നെ സൗഖ്യമാക്കി എന്ന് വിശ്വാസത്തോട് പ്രഖ്യാപിച്ചു. വൈദ്യശാസ്ത്രപരമായിട്ട് ഈ രോഗി 7 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുകയില്ല, എന്നാൽ ആ രോഗി ഇന്നും ജീവിച്ചിരിക്കുന്നു. So Jesus is healing. യേശുക്രിസ്തുവിലൂടെയുള്ള സൗഖ്യം. I am getting some money. അത് മുഖാന്തരമായിട്ട് അതിൻ്റെ ഒരു മറുവശം പറയുകയാണ്. ഹോസ്പിറ്റൽ പേഷ്യൻസ് വരുന്നു, അതൊരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് അവിടെ സത്യത്തിൽ സൗഖ്യമാക്കുന്നവരാണ്. യേശുക്രിസ്തുവാണ് സൗഖ്യമാക്കുന്നത്. ഡോക്ടർ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരുന്നുണ്ടേ, ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർക്ക് വരുന്നുണ്ടെയുള്ള ആ ഒരു ഇൻകം ജനറേഷനും അതിനകത്തൂടെ നടക്കുന്നുണ്ട്. So people, അതൊരു തമാശയായിട്ടാണ് പറഞ്ഞത് കേട്ടോ. People has come to know. എന്നാൽ ഇതിലൂടെ ഈ വ്യക്തികൾ യേശുക്രിസ്തുവിനെ അറിയുവാനിട വരുന്നു. This is a Christian hospital. മാത്രവുമല്ല അവർക്കറിയാം ഇതൊരു യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ആശുപത്രിയാകുന്നു എന്നറിയാം. And the surgeon prays during surgery. മാത്രമല്ല ഈ സർജൻ പ്രത്യേകതയുണ്ട്. ഈ സർജറിയുടെ ഇടയിലും പ്രാർത്ഥിക്കും, അതിന് മുന്നമേയും പ്രാർത്ഥിക്കും, അതിന് ശേഷവും പ്രാർത്ഥിക്കും. Yes, I go to operation theater. ഞാൻ ആശുപത്രിയിൽ സർജറി റൂമിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ with my raised hands. എന്റെ കരങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഞാൻ Operation theater. OT-യിലേക്ക് പോകുമ്പോൾ ഞാൻ കരങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പോകുന്നത്. Lord help me today. കർത്താവേ എന്നെ സഹായിക്കണമേ. So I do the surgery. അങ്ങനെയാണ് ഞാൻ സർജറി. If I fail also, ഞാൻ പരാജയപ്പെട്ടാലും I believe ഞാൻ വിശ്വസിക്കും God is there to help me. ദൈവം എന്നെ സഹായിക്കുവാൻ വേണ്ടിയുണ്ട്, യേശു എന്നെ സഹായിക്കാൻ വേണ്ടിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കും. So there is many. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുടെ പരമ്പരകൾ ഈ നിലയിൽ വൈദ്യശാസ്ത്രവും വിശ്വാസവും യോജിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ബ്യൂട്ടിഫുൾ ടെസ്റ്റിമണീസ് ആൻഡ് ഓൾസോ all the wonderful hospital faith combined healing ministry. May the Lord make you a blessing to thousands of people. So thank you so much. Why don't you pray for our precious people? Yes, viewers. So believe in God. Our Jesus is living. കർത്താവിൽ വിശ്വസിക്കുക, നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു ജീവിക്കുന്നു. And He will help you. തീർച്ചയായിട്ടും യേശു നിങ്ങളെ സഹായിക്കും. Every walk of life. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യേശു നിങ്ങളെ സഹായിക്കും. Faith. നിങ്ങളുടെ വിശ്വാസം pleases God. കർത്താവിന്റെ സമാധാനം കൊണ്ട് നിറഞ്ഞതായിരിക്കും. Believe in Him. കർത്താവിൽ വിശ്വസിക്കുക. Do anything in His name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുക. Surely He will help you. തീർച്ചയായിട്ടും യേശു നിങ്ങളെ സഹായിക്കും. So I pray for you all. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. So believe in our living God. കർത്താവിൽ വിശ്വസിക്കുക, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുക. So as He has helped me, എന്നെ സഹായിച്ചതുപോലെ so in all situations, നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളിലും He will help you. നിങ്ങളെ കർത്താവ് സഹായിക്കും. May God bless you all. May God bless you all. നിങ്ങളെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ശരീരത്തിലേക്ക് രോഗസൗഖ്യത്തെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഏതെങ്കിലും ഡോക്ടേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ജീവിച്ചിരിക്കുവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്ത സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണുക. യേശുവിൻ നാമത്തിൽ നിങ്ങൾ പുറത്തു വരും. നിങ്ങൾ ജീവിച്ചിരിക്കും. അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ആയുസിനെ എക്സ്റ്റെൻഡ് ചെയ്തു തരുവാൻ കർത്താവ് വിശ്വസ്തനാകുന്നു. താങ്ക് യു സോ മച്ച്. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച സ്നേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. അതോടൊന്നിച്ച് തന്നെ ഈ സന്ദേശം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർക്കെല്ലാം നിങ്ങൾ പങ്കുവയ്ക്കുക. യേശു നിങ്ങളുടെ കൂടെയിരിക്കും. God bless you. Amen.
എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.